നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ കാർത്തിക മുക്കാല രോഹിണി മകേരത്തര ഇടവക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസം 15-ാം തീയതി വരെ സൂര്യൻ 12-ലാണ്. അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്നു. ജന്മത്തിൽ നിൽക്കുമ്പോഴും 12-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നല്ല കർമ്മങ്ങൾ ഫലിക്കാതെ പോകുന്ന ഒരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ നല്ല ഫലം ലഭിക്കാത്തൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ജന്മത്തിലേക്ക് വരുമ്പോൾ വിഭവനാശം ഉണ്ടാവുക, അതായത് വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, ചെറിയ രീതിയിലുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുക, അലച്ചിലുണ്ടാവുക. അപ്പൊ 12-ൽ നിൽക്കുമ്പോഴും ജന്മത്തിൽ നിൽക്കുമ്പോഴും മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 11-ലാണ് ചൊവ്വ നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും ലഗ്നാലായിക്കോട്ടെ ചന്ദ്രാലായിക്കോട്ടെ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 11-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ജനപദ അധികാര ലാഭം ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ഒരു പരിധിവരെ പരിഹാരം വന്നു ചേരുക. നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക. 11-ാം തീയതി വരെ ബുധൻ 11-ലാണ് നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ടും ഇടവക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാക്മാധുര്യം ഉണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, വാക് സാമർഥ്യം വന്നു ചേരുക. കുടുംബസ്ഥരായിട്ടുള്ള സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഭാര്യയോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും വിജയം വന്നു ചേരുക, സാമർഥ്യം വന്നു ചേരുക. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാം. 11-ാം തീയതി വരെ വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കുക. ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. 11-ാം തീയതി വരെയാണ് ഈ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നത്. 12-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല. ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, പലവിധ രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പൊ ഈ മോശഫലത്തെ 11-ാം തീയതിക്ക് ശേഷം വന്നു ചേരുന്നതായിട്ടുള്ള ആ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. മെയ് മാസം 1-ാം തീയതി തന്നെ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ്. വ്യാഴമാറ്റം സംഭവിക്കുകയാണെന്ന് അർത്ഥം. ഒരു വർഷ കാലയളവാണ് ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മോശഫലത്തെയാണ് കുറച്ച് കാലമായിട്ട് ഇടവക്കൂറുകാർക്ക് സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ജന്മത്തിലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുമ്പോഴാണോ ജന്മത്തിൽ നിൽക്കുമ്പോഴാണോ കുറച്ച് കൂടുതൽ ഏതാണ് നല്ല ഫലം, അതായത് മോശഫലത്തെ കുറച്ച് കുറയ്ക്കുക എന്ന് മനസ്സിലാക്കുമ്പോൾ ജന്മത്തിലേക്ക് വരുന്നതാണ് കുറച്ച് മോശഫലത്തെ കുറയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കഠിനങ്ങളായിട്ടുള്ള വ്യാധികള്, ദുഃഖങ്ങള്, ദുരിതങ്ങള്, വഴിനടക്കല്, അലച്ചില് എന്നീ മോശഫലങ്ങളായിരുന്നു സൂചിപ്പിച്ചിരുന്നത് എങ്കിൽ ജന്മത്തിലേക്ക് വരുമ്പോഴും മോശഫലം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ധനപരമായിട്ടും അത്ര നല്ല ഫലമല്ല. അതേപോലെ തന്നെ കലഹം ഉണ്ടാവുക, നമുക്ക് വേണ്ടുന്ന ബുദ്ധി തോന്നാതിരിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ സ്ഥാനഭ്രംശം സംഭവിക്കുക, തൊഴിൽപരമായിട്ടൊക്കെ ട്രാൻസ്ഫർ ലഭിക്കുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് വിചാരിക്കാതെ തന്നെ. അതേപോലെ തന്നെ കലഹം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ഈ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ബുദ്ധി, നല്ല ബുദ്ധി വന്നു ചേരുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്കൊന്നും പോകാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ, സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിരുത്തി തൊഴുതാൽ തന്നെ ഒരു പരിധിവരെ ഈ ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തെ കൊണ്ടുള്ള മോശഫലത്തെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 19-ാം തീയതി വരെ ശുക്രൻ 12-ലാണ്. അതിനുശേഷം ജന്മത്തിലേക്ക് വരുന്നു. 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ടും ജന്മത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെയാണ് ഇവിടെ കുറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രൻ 19-ാം തീയതി വരെ വിവിധങ്ങളായിട്ടുള്ള ദ്രവ്യലാഭം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക,
19-ാം തീയതിക്ക് ശേഷം ജന്മത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ചൊന്ന് ശ്രമിച്ചോളൂ. അവരാഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 10-ൽ ശനി നിൽക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ഇടവക്കൂറുകാർക്ക് തന്നെ അറിയാം. കർമ്മസിദ്ധി എന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയായിട്ടുള്ള രീതിയിലൊക്കെ വരും, പക്ഷേ അതിനനുസരിച്ച് ധനം വന്നു ചേരാത്തൊരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. ധനച്ചെലവ് വന്നു ചേരുന്ന ഒരു കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിദ്യയ്ക്കും യശസ്സിനും ഒക്കെ ഒരു ഹാനി വരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. പഠിക്കാൻ തോന്നാതിരിക്കുക. അപ്പോൾ ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ശനിയെ കൊണ്ട് മോശഫലത്തെയും സൂചിപ്പിച്ചു. അപ്പൊ ഈ ശനിയെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും അയ്യപ്പനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശനൈശ്വരായ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.